എല്ലാരും ഒന്നും മിണ്ടായിക്കുന്നേ. പട്ടുംപൂ ആദ്യമായിട്ടാണ് എല്ലാരും കാണുന്നേ. എല്ലാവരുടെയും മുഖത്ത് പേടിയുണ്ടല്ലോ. പേടിയാ? പേടിയൊന്നുമില്ല. ഈ പട്ടും പൂവും ഇതൊന്നും ആരും കാണാത്തൊന്നും അല്ലല്ലോ. എനിക്ക് പട്ടും പൂവും എടുത്ത് ദേഹത്തൊക്കെ ചേച്ചി. ദേഹത്ത് വെക്കാനാ? അതിന്റെ എന്താ ആവശ്യം ഇരിക്കുന്നു? എനിക്ക് കൈ കൊണ്ടെടുത്താ മതി. പിന്നെ കൈ കൊണ്ടെടുക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചൂസേ, ഞാൻ എന്താണെങ്കിലും കൈ കൊണ്ട് തൊട്ടതല്ലേ. ലച്ചൂസ് തൊട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അല്ല, നീ തൊട്ടുന്നും പറഞ്ഞ് ഞാൻ തൊടണം എന്നില്ലല്ലോ. അതല്ല, ഈ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ മാത്രമല്ല ഇത് കൈകൊണ്ട് തൊട്ടുള്ളൂ. കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ കൈകൊണ്ട് തൊട്ടിരുന്ന എനിക്ക് ഇച്ചിരി സമാധാനമായേനെ. അയ്യേ, എന്താന്നളിയാ ഇത്? എന്തിനാണ് ഇത്ര പേടി? അറിയാണ്ട് ഇതൊന്നും എടുത്തൊന്നും പറഞ്ഞോണ്ടാ. എന്റെ അളിയാ, നമ്മുടെ അകത്തുണ്ടല്ലോ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ കുത്തി നിറച്ച് വെച്ചേക്കുവാണ്. അതൊക്കെ എടുത്തങ്ങ് കളാ, അപ്പൊ പേടിയൊക്കെ അങ്ങ് മാറും. അല്ല, ഇപ്പൊ എന്താണ് എല്ലാവരോടും ചുമ്മാ എന്നു സംസാരിച്ചോണ്ടിരിക്കണേ? ഇത് കൊണ്ടുപോയി കളഞ്ഞാൽ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. അളയാ, കൊണ്ടുപോയി കളയാളെ. ഞാനോ? അല്ല, ഞാനാ. കേശു, ഓ, എടുത്തുചാട്ടമൊന്നും പാടില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റും. ഉപ്പ, ഇവിടെ എല്ലാവർക്കും വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അന്ധവിശ്വാസം സഹിക്കാൻ ഇച്ചിരി പാടാം. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. അല്ലാതെ അവൻ എന്തൊരു പറയാൻ ഇവിടെ വന്നത് തന്നെ അബദ്ധമായി പോയി എന്നാണ് തോന്നണം. അതെന്തൊരു വർത്താന ശങ്കരായി നീ പറഞ്ഞേ? ഈ പട്ടും പൂവൊക്കെ കണ്ടപ്പോഴത്തേന് നിന്റെ കാലളയോ? എനിക്ക് ആരാളിയതൊന്നും അല്ല. ഇത് ആരോ എന്തോ ചെയ്ത് വച്ചിരിക്കുകയാണ്. ആരും എന്ത് ചെയ്ത് വെച്ചിരിക്കണ്? ആ, ഇപ്പോഴാണ് അവള് കേൾക്കണത്. ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. അപ്പൊ അപ്പൂവൻ പറഞ്ഞു തന്നത് ഇത് കൂത്രോടാണെന്നാണോ? ഉത്രോടോ? കൂത്രോണം. നീ കൂടോത്രാണോ ഉദ്ദേശിച്ചേ? ആ, അത് തന്നെ. கூடோத்ரு. ஐயோ, அப்படின்னா நம்ம பயப்படணும். எங்க ஊரு மதுரையில எங்க வீட்டுக்கு முன்னாடி யாரோ இப்படி செஞ்சிருந்தாங்க. അപ്പൊ അവിടെ ഈ പരിപാടിയൊക്കെ ഉണ്ട്? இருக்குடா. ഞാൻ വിചാരിച്ച കേരളത്തിൽ മാത്രമേ ഉള്ളത്. இல்ல சாமி, அங்கேயும் இருக்கு. ஆனா அந்த மாதிரி செஞ்சதுக்கு அப்புறம் தான் எங்க பணம், பதவி, ஆஸ்தி எல்லாமே போனது. ആന്റി, ആന്റി ഒന്നും മിണ്ടാതെ മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കെതിരെ ആര് ചെയ്യാനാ? എന്തിനു ചെയ്യാനാ? അല്ലേ അപ്പൂപ്പ? എന്ത് ചെയ്യാന? നിങ്ങളങ്ങ് കൊണ്ട് കേറല്ലേ. എങ്ങോട്ട്? എടാ, നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വീടും സ്ഥലവും സ്വന്തമാക്കി. സിദ്ധു നാട്ടിലും വന്നു. നിങ്ങളിവിടെ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ടി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആക്കോ ഇത് പിടിക്കുന്നില്ല. ആർക്കാണ് അപ്പൂപ്പ പിടിക്കാത്തത്? അത് ശങ്കരൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവും. ഈ ചിരിച്ചു കാണിക്കുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അസൂയ കാണുമായിരിക്കുന്നേ. പിന്നെ കാലം മാറിയെന്ന് വിചാരിച്ചേ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഇതൊന്നും അറിയാതെ അളിയൻ കയറി ഇതിൽ കയറി പിടിക്കുകയും ചെയ്തല്ലോ. അളിയാടോ, നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞിട്ടല്ലേ ഞാനിത് എടുത്തത്. ലച്ചൂസ് നീയും പറഞ്ഞതല്ലേ? അത് അപ്പൂപ്പൻ പറഞ്ഞിട്ടല്ലേ? പിന്നെ ഞങ്ങള് പറഞ്ഞ ഉടനെ എടുത്ത് പിടിക്കാൻ ഞങ്ങള് പറഞ്ഞ. അളിയ, കുഴപ്പമാവൂടാ. അളിയാ, അളിയൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? സത്യം എന്റെ അളിയാ, ഇതൊക്കെ ഒരു ചീള് കേസല്ലേ. ഇതൊക്കെ പേടിച്ചാ എങ്ങനെയാണ്? അയ്യേ, ശിവാനിക്ക് അങ്ങനെ പലതും പറയാലോ. എന്നാ പിന്നെ ഞാൻ ശിവാനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ശിവാനിക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ ഒരു രാത്രി നിൽക്കാൻ പറ്റുമോ? എല്ലാ ശാസ്ത്രീയ വശങ്ങളും അറിയാവുന്ന ആളാണല്ലോ. ശിവാനി പറ, നിൽക്കാൻ പറ്റുമോ? അതിനിപ്പ എന്താ അളിയാ? അതായത് എനിക്കങ്ങനെ പേടിയെന്നൊന്നും പറയാനായിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ചെറിയ അല്ലറ ചില്ലറ ഭയം. ഇതാണ് വാചകം അടിക്കാനേ എല്ലാരെയും കൊണ്ടും പറ്റും. പക്ഷെ കാര്യത്തിനോട് എടുക്കുമ്പോഴേ മുട്ട് കടന്ന് ഇങ്ങനെ ഇടിക്കും. ஐயோ, இப்படி பேசிட்டு இருக்காம இத பத்தி தெரியறவங்களை யாராச்சும் கூப்பிடுங்க. ஏதாவது ஒண்ணு செய்யுங்கப்பா. ഇപ്പം ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളെന്ന് പറഞ്ഞ ആര്?
ലച്ചു, അപ്പൂപ്പന് നേരത്തെയും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അളിയ ഇത് അതല്ലെന്ന്. ഏതല്ലെന്ന്? അമ്മൂമ്മ ഇത് മോനെ സിദ്ധു, ഒരു കാലത്തെ കാവും അമ്പലവും പരദേവതകളും ഒക്കെ ആയിട്ട് നടന്ന കുടുംബമാ. ശങ്കരന്റെ കൂടെ ആരെങ്കിലും കാണും. പിന്നെ ഉണ്ടല്ലോ തങ്കമ്മ, എല്ലായിടത്തും ഒരുമിച്ചല്ലേ പോയിരുന്നേ? അതല്ല കൊച്ചേ, കുടുംബത്തിലുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ പരദേവതകളോ വല്ലതും കാണും. പിന്നെ ആയ കാലത്ത് വെള്ളം അടിച്ച് പാമ്പിനെക്കാളും കഷ്ടമായിട്ടാണ് അപ്പൂപ്പൻ നടന്നത്. ആ ശരീരത്ത് ഏത് ദേവത കയറാനാ? മക്കളെ അങ്ങനെ പറയല്ലേ. കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാലേ 41 ദിവസം വ്രതം എടുക്കും അപ്പൂപ്പനാ? ആ, പിന്നെ ഒരു തുള്ളി മദ്യം കഴിക്കത്തില്ല. ഈ 41 ദിവസവും അമ്പലത്തിലായിരിക്കും കുളിയും ഭക്ഷണവും എല്ലാം. ചേച്ചി ചേച്ചി വിളിക്കുന്നു. എന്നൊന്നും അല്ല, നിന്നെ ആയിരിക്കും. എന്നെയല്ല. അപ്പൊ ശിവാനിനെ ആയിരിക്കും. പോർന്നു. പിന്നെ കേശുവിനെ ആവാനാണ് സാധ്യത. കേശുവിനാണുള്ളതൊക്കെ വശമുള്ളത്. എന്നെ ആയിരിക്കില്ല. ഇപ്പൊ അപ്പൂപ്പിന്റെ നോട്ടപ്പുള്ളി അളിയനാണ്, അപ്പൊ അളിയനായിരിക്കും. നോട്ടപ്പുള്ളിയോ? അല്ല അങ്ങനെയല്ല അളിയ, നമ്മള് ഈ മറ്റേ ആലിയനങ്ങ് ചെല്ലു. അതെ, ചെല്ല് സിദ്ധു. ഞാൻ ചെല്ല്. ചെല്ലളിയ അങ്ങോട്ട്. എടാ അപ്പൂപ്പ, അളിയ അങ്ങോട്ട് പോയി ചെല്ലുമോനെ. പോവാൻ നിക്ക്. ചെല്ലല്ലേ അങ്ങോട്ട്. ഓ സിദ്ധു, അളിയ ചെല്ല്. ചെല്ല്. അപ്പൂപ്പ, ഈ പൊക്കവും മണ്ണും ഒക്കെ ഓട്ടത്തേ ഉള്ളൂ. ഞാൻ പാവാട്ടോ. കൊണ്ടുവാ എന്ത്? കൊണ്ടുവാ എന്തോന്ന്? കൊണ്ടുവരേ. ആളറിഞ്ഞ് ഊരറിഞ്ഞ് അടിയറ പറഞ്ഞ് നിൽക്കാൻ കൊണ്ടുവാ. കൊണ്ടുവരാൻ. ஏதோ ஒண்ணு கேக்குறாங்கம்மா, எடுத்து கொடுங்கம்மா. എന്തുവാ കൊണ്ടുവരണ്ടെന്നത് അവിടെ നിന്ന് വ്യക്തമാക്കിയാലും. അവിടെ നിന്നോ? അമ്മൂമ്മ എടാ പോടാന്നൊക്കെ അല്ലേ അപ്പൂപ്പനെ വിളിക്കാറ്. ഇപ്പൊ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല മക്കളെ. ആരാ കൂടെ ഉള്ളതെന്ന് നമുക്കറിയത്തില്ലല്ലോ. പെരമ്പും ഭസ്മവും കൊണ്ടുവാ. பெரம்பா? ചൂരല്ലേ? മോനെ കേശു, ഓ, പെരമ്പും ഭസ്മവും ചോദിക്കുന്നു. ഭസ്മം അമ്മൂമ്മയുടെ ഇരിപ്പില്ലേ? ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു കമ്പ് ഒടിച്ചു വന്നിട്ട് പെരമ്പെന്ന് പറഞ്ഞ് പറ്റിക്കാം. ഞാൻ എന്താ പറഞ്ഞു, അതുവരെ മെയിൻറ്റെയിൻ ചെയ്തോ. എളുപ്പം പോയിട്ട് വാ. ഇതിപ്പം ആര്യനാട്ടിന്നാണോ നെയ്യാറ്റിൻകരന്നാണോ? സ്വന്തം കുടുംബത്തിൽ നിന്നാ. അപ്പൊ നെയ്യാറ്റിൻകര തന്നെ. ഇതിപ്പോ എന്താവോ എന്തോ. ആ പട്ടും പൂവും ആരോ എന്തോ ചെയ്തു കൊണ്ടുവച്ചതാ. അമ്മൂമ്മ, അമ്മൂമ്മ നൈസായിട്ട് അപ്പൂപ്പന്റെ അടുത്ത് പോയിട്ടേ ഒന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചു നോക്കി. ഇപ്പൊ എടുത്തോട്ട് പോണ്ട, അത് നല്ലതല്ല.